ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ആഹാരം കുറക്കാതെ തന്നെ എങ്ങനെ നമ്മൾ തടി കുറച്ചെടുക്കുക എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും ഒന്നും തടി മെലിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. അവർ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക എന്നാണെങ്കിൽ നിങ്ങൾക്ക് താനേ നിങ്ങൾ തടി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് അധികം ആഹാരം കൺട്രോൾ ചെയ്യാണ്ട് ഓവറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓവറായിട്ടുള്ള വെയിറ്റ് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. ആഹാരക്രമത്തിൽ വിവിധ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഭാരം വളരെ പെട്ടെന്ന് കുറക്കാൻ പറ്റും. അതായത് നമ്മൾ പട്ടിണി കിടന്ന് ശരീരം മെലിപ്പിക്കണം എന്നല്ല പറയുന്നത്. ചിലപ്പോൾ വിശപ്പും ക്ഷീണവും എല്ലാം ഉണ്ടായേക്കാം. വീണ്ടും കൂടുതൽ കഴിച്ചാൽ തടി കൂടുകയും ചെയ്യും. ശരീരഭാരം തൽക്കാലത്തേക്കല്ല, മറിച്ച് എന്നേക്കുമായി കുറയ്ക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സാവധാനത്തിൽ ശരീരഭാരം കുറക്കുന്നതാണ് നല്ലത്. നമ്മൾ പെട്ടെന്ന് ശരീരഭാരം കുറച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുറഞ്ഞ വെയിറ്റ് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ആഹാരം നിയന്ത്രിക്കാതെ തന്നെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. പകരം ജീവിതശൈലിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ജീവിതശൈലി കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഒരു പൗണ്ട് കൊഴുപ്പ് എന്ന് പറയുന്നത് 3500 കലോറിക്ക് തുല്യമാണ്. ആഹാര നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ദിവസം 500 കലോറി വീതം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് 1 പൗണ്ട് തൂക്കം കുറക്കാൻ കഴിയും. നിലവിലുള്ള ഭാരം നിലനിർത്തിയാൽ മതിയെങ്കിൽ ദിവസം ഒരു 100 കലോറി വെച്ച് കുറച്ചാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് 1-2 പൗണ്ട് തൂക്കം കൂടുന്നത് ഒഴിവാക്കാൻ പറ്റും. അതായത് വെയിറ്റ് നമുക്ക് സ്റ്റാബിളാക്കി വെക്കാനാണെങ്കിൽ ഇത് ചെയ്താൽ മതി. പിന്നെ ആഹാര നിയന്ത്രണം ഇല്ലാതെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുന്ന ലളിതമായതും വേദനരഹിതവുമായ മാർഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രഭാത ഭക്ഷണം, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണം, അതായത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിക്കുന്നത് കലോറി കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ ദിവസം മുഴുവൻ കൂടുതൽ കഴിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് ഒഴിവാക്കുന്നവരെക്കാൾ BMI കുറവായിരിക്കും. കൂടാതെ സ്കൂളിലും മറ്റ് നല്ല മികച്ച പ്രകടനം ചെയ്യുന്ന ആൾക്കാർ ധാന്യങ്ങൾ, പഴം, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവ അടങ്ങിയ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്നത് ആരോഗ്യം നൽകും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും നല്ലോണം ചവച്ചരച്ച് വേണം നമ്മൾ കഴിക്കാൻ. അത് സ്ലോ ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറവ് മാത്രമേ കഴിക്കുകയും ചെയ്യും, എന്നാലോ നമ്മൾ തടി കൂടുകയില്ല, നമ്മളെ വിശപ്പ് ശമിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. പിന്നെ അധികം ഉറക്കം. രാത്രിയിൽ അധിക സമയം ഉറങ്ങുന്നവർക്ക് വർഷം 12 പൗണ്ട് കുറയ്ക്കാൻ കഴിയുമെന്നാണ് മിച്ചിഗൺ സർവകലാശാലയിലെ ഒരു ഗവേഷകൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ദിവസവും 2500 കലോറി കഴിക്കുന്നവരിലാണ് ഇവർ ഗവേഷണം നടത്തിയത്. ഉറക്കം അലസമായ പ്രവർത്തനങ്ങളും ആവശ്യമില്ലാത്ത കഴിക്കലും കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിനാൽ അധിക ശ്രമം കൂടാതെ കലോറിയിൽ 6% കുറവ് വരുത്താനും നമുക്ക് കഴിയും. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. രാത്രിയിൽ 1 പകരം 3 തരം പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങുക. അധികം ശ്രമിക്കാതെ തന്നെ കൂടുതൽ പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് പച്ചക്കറി ഇഷ്ടമില്ലാത്തവർക്കുള്ള ഒരു ടിപ്പായിട്ടാണ് അത് പറയുന്നത്. പിന്നെ വേണ്ടത് സൂപ്പ്. നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ, അതായത് ഊണിന് മുന്നേ സൂപ്പ് കുടിച്ചാൽ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുകയും വിശപ്പ് ശമിക്കുകയും ചെയ്യും. കൊഴുപ്പും കലോറിയും കൂടുതലുള്ള കൊഴുത്ത സൂപ്പുകൾ ഒഴിവാക്കണം. പിന്നെ നമുക്ക് തടി കുറയ്ക്കാനുള്ള മറ്റൊരു ടിപ്പാണിത്. നമ്മുടെ പഴയ വസ്ത്രം ഉണ്ടല്ലോ, ജീൻസ്, പാവാട പോലെ പണ്ട് പാകമായിരുന്ന ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എന്നും കാണാവുന്ന തരത്തിൽ നമ്മൾ തൂക്കിയിടുക. വണ്ണം പെട്ടെന്ന് കുറയ്ക്കാനുള്ള തോന്നലുണ്ടാക്കാൻ അത് സഹായിക്കും. പിന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ലക്ഷ്യം നേടാൻ നമ്മളെ മനസ്സിനും ശരീരത്തിനും പറ്റും. പിന്നീട് 1 വർഷം മുമ്പ് പാകമായിരുന്ന വസ്ത്രം ഇടുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കുക. ഈ ശ്രമം വണ്ണം കുറയ്ക്കാനുള്ള മാനസികമായി തോന്നലുണ്ടാക്കും. പിന്നെയാണ് പിസ്സ എല്ലാം പോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ, പിസ്സയും മറ്റും കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് മീറ്റ് അങ്ങനെയുള്ള മാംസത്തിന് പകരം പച്ചക്കറികൾ അടങ്ങിയ പിസ്സ കഴിച്ച് തുടങ്ങുക. ഭക്ഷണത്തിൽ നിന്ന് 100 കലോറി വരെ കുറയ്ക്കാൻ നമുക്കതുകൊണ്ട് സഹായിക്കും. പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം.
തടിമെലിയാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് ഈ പഞ്ചസാരയുടെ ഉപയോഗമാണ്. അതായത് മൊത്തത്തിൽ അങ്ങ് പെട്ടെന്ന് തന്നെ നിർത്താനായിരിക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ 1 സ്പൂൺ ഉപയോഗിക്കുന്നവർ 1/2 സ്പൂണായിട്ട്, 2 സ്പൂൺ ഉപയോഗിക്കുന്നവർ 1 സ്പൂണായിട്ടെല്ലാം കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം കഴിയുന്നത് നമ്മൾ പഞ്ചസാര ഇടാണ്ട് തന്നെ ചായ, കാപ്പി അങ്ങനെയുള്ളതെല്ലാം കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നത് കുറക്കുക. പിന്നെ സോഡയ്ക്ക് പകരം വെള്ളമോ കലോറി കുറഞ്ഞ പഴച്ചാറുകളോ കുടിക്കുക. ഇതിലൂടെ 10 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നത് നമുക്ക് കുറക്കാൻ കഴിയും കേട്ടോ. പിന്നെ വേണ്ടത് ഗ്ലാസ് ആണ്. ഗ്ലാസ് എന്ന് പറയുന്നത് പാനീയങ്ങളിൽ നിന്നുള്ള കലോറി കുറയ്ക്കുന്നത് ചെറിയ വീതിയുള്ള ഗ്ലാസ്സിന് പകരം നീളം കൂടിയ മെലിഞ്ഞ ഗ്ലാസ് ഉപയോഗിക്കുക. ഇങ്ങനെയാണെങ്കിൽ ജ്യൂസ്, സോഡ, വീഞ്ഞ് തുടങ്ങിയ ഏത് പാനീയവും 25-30% കുറച്ചേ നമുക്ക് കുടിക്കാൻ പറ്റൂ. പിന്നെ മദ്യപാനശീലമുള്ളവർ, മദ്യത്തിലെ ഓരോ ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന കലോറി കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനേക്കാളും കൂടുതലാണ്. മദ്യപിക്കുമ്പോൾ ചിപ്സും അണ്ടിപ്പരിപ്പും മറ്റ് ഭക്ഷണങ്ങളും സാധാരണ എല്ലാവരും കഴിക്കാറുണ്ട്. അതിനാൽ മദ്യപാനം കുറയ്ക്കുന്നത് ഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ശീലമാക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ രാവിലെ ബ്ലാക്ക് ടീയും കോഫിയൊക്കെ കുടിക്കുന്നതിന് പകരം ഗ്രീൻ ടീ ശീലമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തടി കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ യോഗ ചെയ്യുന്ന സ്ത്രീകൾക്ക് മറ്റുള്ളവരെക്കാൾ ഭാരം കുറവായിരിക്കുമെന്ന് പഠനം തന്നെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ യോഗ ചെയ്യുന്നത് ആഹാരം കഴിക്കുന്നത് നിയന്ത്രിക്കാനുള്ള മനഃശക്തിയും നൽകും. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കഴിക്കൂ. പിന്നെ യോഗയിലൂടെ ലഭിക്കുന്ന സ്വയം ബോധം അമിതമായി കഴിക്കുന്നതിനാൽ നിന്ന് തടയുമെന്നാണ് പഠനം പറയുന്നത്. പിന്നെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറമേയുള്ള ഭക്ഷണം നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസമെല്ലാം കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ശരീരഭാരം കുറയ്ക്കാൻ അതും വളരെയധികം സഹായിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് സ്വാഭാവികമായും മതി എന്നൊരു തോന്നൽ വരാറുണ്ട്. അപ്പോഴും ചില ആളുകൾ വീണ്ടും ടേസ്റ്റ് കൊണ്ടെല്ലാം ചിലപ്പോൾ വീണ്ടും കഴിക്കും. അങ്ങനെ കഴിക്കുന്നതാണ് മെയിൻ നമ്മൾ വെയിറ്റ് കൂടാനുള്ള കാരണം. ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ പുതിനയുടെ ബബിൾഗം കിട്ടും, പുതിന ഫ്ലേവേർഡ് ബബിൾഗം കിട്ടും. അതായത് ലഘു ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് അമിതമായി തോന്നലുണ്ടാകുമ്പോൾ പഞ്ചസാര അടങ്ങിയിട്ടില്ലാത്ത വിവിധ രുചികളിലുള്ള ഗമ്മ് ചവയ്ക്കുന്നത് നല്ലതാണ്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ ഈ പുതിന ഗമ്മ്. ജോലിക്ക് ശേഷം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ, പിന്നെ TV കാണുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ വെറുതെ ചിപ്സും അതും ഇതെല്ലാം ഇങ്ങനെ വാരി കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം വായിലൊരു ബബിൾഗം ഇട്ടാൽ ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതും ഒരു ടിപ്പാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഒരിക്കലും നമ്മൾ വലിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കരുത്. അതായത് തടി മെലിയാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ചെറിയ പ്ലേറ്റിൽ മാത്രം ഭക്ഷണം കഴിക്കുക. അത് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്നൊരു വയറ് ഫുള്ളായ ഒരു ഫീല് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാത്രങ്ങളിൽ വിളമ്പിയാൽ ആളുകൾ കൂടുതൽ കഴിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത്, കൂടുതൽ വിളമ്പിയാലും ആവശ്യമുള്ളത് മാത്രം കഴിച്ച് ശീലിക്കുക. വീട്ടിലും ഹോട്ടലും പലപ്പോഴും ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ടാകുക. ഇത് കൈകൊണ്ട് ചെറിയ ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്നും കഴിക്കുക. ഇത് അധികം കഴിക്കുന്നത് കുറക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആഹാരം അമിതമായി വേവിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ കുറക്കാൻ കാരണമാവും. ആവശ്യമുള്ള പോഷകങ്ങൾ ശരീരത്തിന് ലഭിച്ചിട്ടില്ല എങ്കിൽ തൃപ്തി തോന്നിക്കില്ല. ഇതിനാൽ വീണ്ടും നമ്മൾ കൂടുതൽ കഴിക്കാൻ തോന്നലുണ്ടാവും. ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാലഡ് പോലുള്ള വേവിക്കാത്ത ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ തടി വെക്കുകയും ചെയ്യൂല. പച്ചക്കറികൾ ആവിയിൽ വേവിക്കുകയോ പുഴുങ്ങുകയോ ചൂടാക്കുകയോ ചെയ്യുക. മത്സ്യവും മാംസവും പൊരിച്ചും വേവിച്ചും ഉപയോഗിക്കുക. മൈക്രോവേവിൻ്റെ ഉപയോഗം കുറക്കുക. പിന്നെ പഴങ്ങൾ, കട്ടിയായ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. അതുപോലെ ഒഴിഞ്ഞ വയറ്റിൽ പഴം കഴിച്ചാൽ ദഹന സംവിധാനത്തെ വിഷവിമുക്തമാക്കുകയും ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ തക്കാളി സോസെല്ലാം ഉണ്ടല്ലോ, ക്രീം സോസുകളെക്കാളും കലോറിയും കൊഴുപ്പും കുറവായിരിക്കും നമ്മുടെ ഈ തക്കാളി സോസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി സോസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതിൻ്റെ അളവ് കുറക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. പിന്നെ മാംസാഹാരം കഴിക്കുന്നവരെക്കാൾ പച്ചക്കറി കഴിക്കുന്നവരായിരിക്കും ശരീരഭാരം കുറയ്ക്കാൻ എളുപ്പം. പച്ചക്കറികൾ എത്ര കഴിക്കുന്നുവോ അത്രയും നമ്മുടെ ശരീരഭാരം കുറക്കാൻ സഹായിക്കും. പയറ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീര
ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇവയിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണ നിയന്ത്രണമില്ലാതെ വർഷം 10 പൗണ്ട് കുറയ്ക്കുന്നതിന് ദിവസവും 100 കലോറി വീതം നമ്മൾ കുറക്കേണ്ടി വരും. ഇതിനായി എളുപ്പം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഏകദേശം 20 മിനിറ്റിൽ 1 മൈൽ ദൂരെങ്കിലും നമ്മൾ നടക്കുക. 20 മിനിറ്റ് നേരം കളകളും ചെടികളും അങ്ങനെയുള്ള എല്ലാം പറിക്കുക. 20 മിനിറ്റ് നേരം പുൽത്തകിടിലൂടെ പുല്ലരിയുക. 30 മിനിറ്റ് നേരം വീട് വൃത്തിയാക്കുക. 10 മിനിറ്റ് ഓടുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ തന്നെ വലിയ എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മളെ തടി വളരെ പെട്ടെന്ന് മെലിയുന്നത് കാണാം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും ചെയ്യാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പട്ടിണി കിടന്നു എക്സസൈസ് ചെയ്ത് ക്ഷീണിച്ചിട്ട് ഒന്നും തടി മെലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.